റാംജി റാവു സ്പീക്കിംഗ് സിനിമയ്ക്ക് ശേഷം സായികുമാർ ഒരുപാട് പടങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും കഥാപാത്രങ്ങൾ നോക്കാതെ അഭിനയിച്ചതാണ് അദ്ദേഹത്തിന് പറ്റിയ അബദ്ധമെന്ന് ചലച്ചിത്ര നിർമ്മാതാവ് ബൈജു അമ്പലക്കര. മോഹൻലാലിന് മുകളിൽ എത്തേണ്ട നടനായിരുന്നു സായികുമാർ എന്നും മമ്മൂട്ടി തന്നോട് സായിയെപ്പറ്റി അയാൾ വളരെ റേഞ്ചുള്ള നടനാണെന്ന് പറഞ്ഞിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. വാരി വലിച്ച് കുറെ സിനിമകളിൽ അഭിനയിച്ചത് കാരണമാണ് സായികുമാർ പരാജയപ്പെട്ടതെന്നും അത് കൺട്രോൾ ചെയ്യാൻ ആളില്ലാതായിപ്പോയെന്നുമാണ് അദ്ദേഹം പറയുന്നത്. മാസ്റ്റർ ബീന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു ബൈജു അമ്പലക്കര. സായിക്ക് സിനിമയില്ലെങ്കിൽ നാടകമുണ്ട്. അയാൾ ഒരു കലാകാരനാണ്, വലിയ ഒരു കലാകാരൻ്റെ മകനുമാണ്. അദ്ദേഹത്തിൻ്റെ മുഖത്ത് ഒരിക്കലും ടെൻഷൻ കാണാറില്ല. റാംജി റാവു സ്പീക്കിംഗ് സിനിമ കാണാൻ തിയേറ്ററിൽ പോയപ്പോൾ വളരെ ആസ്വദിച്ചായിരുന്നു ഞങ്ങൾ ആ സിനിമ മുഴുവൻ കണ്ടത്. സിനിമ കണ്ട് തിയേറ്ററിന് പുറത്തിറങ്ങിയതും സായിയുടെ ചുറ്റും ആളുകൾ കൂടി. അതോടെ സായി അയാളുടെ കാറിലും ഞാൻ എൻ്റെ കാറിലുമായിട്ടാണ് അവിടുന്ന് പോയത്. പിന്നെ ആൾക്ക് നിൽക്കാൻ പറ്റാതെ ഫോൺ കോളുകൾ കൊണ്ട് ബഹളമായി. അങ്ങനെയാണ് പിന്നീട് സായി ഒരുപാട് പടങ്ങൾ ചെയ്യുന്നത്. ഇടയ്ക്ക് അദ്ദേഹത്തിന് പറ്റിയ അബദ്ധം സ്വന്തം ശരീരം നോക്കിയില്ലെന്നാണ്. പിന്നെ പടങ്ങളിൽ കഥാപാത്രങ്ങൾ നോക്കാതെ അഭിനയിക്കുകയും ചെയ്തു. ശരിക്കും മോഹൻലാൽ സാറിനും മുകളിൽ എത്തേണ്ട നടനായിരുന്നു സായി. സായിക്ക് വെറുതെ ഒന്ന് ഡയലോഗ് വായിച്ച് കേൾപ്പിച്ച് കൊടുത്താൽ മതി, ആൾ പെർഫോം ചെയ്യുന്നത് കണ്ടാൽ നമ്മൾ തന്നെ അത്ഭുതപ്പെട്ടു പോകും. അത്രയും റേഞ്ചുള്ള നടനാണ്. മമ്മൂക്ക എന്നോട് സായിയെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്, അവൻ വളരെ റേഞ്ചുള്ള നടനാണെന്ന്. സായി തൻ്റെ ശരീരമൊക്കെ നോക്കി നല്ല ഡയറക്ടർമാരുടെ സിനിമകളിൽ അഭിനയിച്ചെന്നെങ്കിൽ സൂപ്പർ സ്റ്റാർ ആയേനെ. വാരി വലിച്ച് കുറേ സിനിമകൾ അഭിനയിച്ചതുകൊണ്ടാണ് പരാജയം പറ്റിയത്. അത് കൺട്രോൾ ചെയ്യാൻ ആളില്ലാതായിപ്പോയി. മറ്റുള്ളവരൊക്കെ വളരെ നോക്കിയും കണ്ടുമാണ് ചെയ്യുന്നത്. സായി കഥാപാത്രങ്ങൾ ശ്രദ്ധിക്കാത്തത് കാരണം നായക പരിവേഷം മാറി വില്ലൻ പരിവേഷമായി, ശരീരം ശ്രദ്ധിക്കാതെയായി, ബൈജു അമ്പലക്കര പറഞ്ഞു.